നമസ്കാരം. ഒരിടത്ത് വീരധർമ്മൻ എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ധർമ്മിഷ്ഠനും അതേപോലെ വിനയാന്വിതനുമായിരുന്നു. അദ്ദേഹത്തെ കാണാൻ ആര് കാണാൻ വന്നാലും വലിയവനെന്നോ ചെറിയവനെന്നോ ഒരു വ്യത്യാസങ്ങളും നോക്കാതെ അദ്ദേഹം കൈവണങ്ങിക്കൊണ്ട് തല കുനിച്ച് അവരെ സ്വീകരിക്കുമായിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് സദ്ഗുണങ്ങളുള്ള ഒരു രാജാവിനെ പ്രജകൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? അതേപോലെ പ്രജകൾക്കെല്ലാം അദ്ദേഹം വളരെ പ്രിയങ്കരനുമായിരുന്നു. അവരുടെ ഏത് ആവശ്യങ്ങൾക്കും ഒട്ടും മടിക്കാതെ അവർക്ക് ചെന്ന് കയറാൻ പറ്റുന്ന ഒരിടമായിരുന്നു ആ രാജകൊട്ടാരം. അങ്ങനെ എല്ലാ ദിവസവും അദ്ദേഹത്തെ കാണാൻ വന്നാലും ഏറെ വൈകിയാൽ പോലും അവരുടെ എല്ലാം പ്രശ്നങ്ങൾ ആ ഒരു വിനയത്തോടുകൂടി ആത്മസംയമനത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ തീർപ്പ് കൽപ്പിച്ചാണ് അദ്ദേഹം എല്ലാ ദിവസവും അവസാനിപ്പിക്കാറ്. അങ്ങനെ ഒരിക്കൽ എല്ലാവരും പോയ ഏറെ വൈകിയ ഒരു രാത്രി മന്ത്രി മുഖ്യൻ അദ്ദേഹത്തിൻ്റെ അന്തഃപുരത്തേക്ക് ചെന്നു. രാജാവിനോട് ചോദിച്ചു, അല്ലയോ പ്രഭു, അങ്ങ് ഈ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ രാജാവാണ്, ഈ രാജ്യത്ത് ഏറ്റവും മഹാനാണ്. എന്നിരിക്കെ താങ്കൾ എന്തിനാണ് എല്ലാവരെയും കാണുമ്പോൾ വളരെ വിനയാന്വിതനായി തല കുനിച്ച് കൈവണങ്ങി സ്വീകരിക്കുന്നത്? കുറ്റവാളിയെന്നോ ആരാണെന്നോ പോലും നോക്കാതെ വീണ്ടും തന്മയത്വത്തോടെയുള്ള ആ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു, അല്ലയോ മന്ത്രിമുഖ്യ, താങ്കൾ അതിരാവിലെ കൊട്ടാരത്തിലേക്ക് വരണം. ഇതിൻ്റെ ഉത്തരം താങ്കൾക്ക് നാളെ നൽകിയാൽ മതിയോ? ശരി എന്ന് പറഞ്ഞൊരു നീരസത്തോടെ മന്ത്രി അന്തഃപുരത്ത് നിന്ന് പുറത്തേക്ക് പോയി. അടുത്ത ദിവസം അതിരാവിലെ മന്ത്രിമുഖ്യൻ അന്തഃപുരത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെയും കാത്ത് രാജാവും ഒപ്പം വലിയൊരു പാത്രത്തിനകത്ത് 3 തലകളും ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരാടിൻ്റെ തല, ഒരു പോത്തിൻ്റെ തല, ഒരു മനുഷ്യൻ്റെ തല. ഈ 3 തലകളും കണ്ട് അമ്പരന്ന മന്ത്രിയോട് പറഞ്ഞു, മന്ത്രിമുഖ്യ, താങ്കൾ ഇന്ന് ചന്തയിലേക്ക് കൊണ്ടുപോയി ഇവയെ വിൽക്കാൻ ശ്രമിക്കുക, എന്നതിന് ശേഷം തിരിച്ചു വരിക. അങ്ങനെ മന്ത്രി 3 തലകളുമായി ചന്തയിലേക്ക് പോയി. ആടിൻ്റെയും പോത്തിൻ്റെയും തലകൾ പെട്ടെന്ന് തന്നെ വിൽക്കപ്പെടുകയുണ്ടായി. മനുഷ്യൻ്റെ തല കണ്ട് പേടിച്ച ആളുകൾ ഭയന്ന് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരും അടുത്തു വരാതെയായി. അദ്ദേഹം വൈകുന്നേരമായപ്പോൾ തിരിച്ചു കൊട്ടാരത്തിലേക്ക് ചെന്നു. വീണ്ടും ഒരു കോഴിയുടെ തലയും കൂടെ വെച്ച് രാജാവ് അദ്ദേഹത്തെ ചന്തയിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോഴും മനുഷ്യൻ്റെ തല മാത്രം ബാക്കിയായിക്കൊണ്ട് മന്ത്രി തിരിച്ചു വന്നു. എന്താണ് രാജാവെ അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഒന്ന് പറഞ്ഞു തരാമോ? വീണ്ടും രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് മന്ത്രി ഈ തലകളിലൊന്നും മനുഷ്യൻ്റെ തല ആരും എടുക്കാഞ്ഞത്? ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യൻ്റെ തലയ്ക്ക് വിലയുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ അറപ്പോ വെറുപ്പോ ഭയമോ മാത്രമുണ്ടാക്കുന്ന ഈ തല വിനയത്തോടുകൂടി മറ്റുള്ളവരുടെ മുൻപിൽ കുനിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ? അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ധൈര്യമായി നിങ്ങൾക്ക് വിനയത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി തലകുനിച്ചാൽ യാതൊരുവിധ തെറ്റുമില്ല. അത് നമ്മുടെ ഈഗോയെ, തലക്കനത്തെ മാറ്റുക തന്നെ ചെയ്യും. ഒപ്പം നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെയും വിനയത്തോടുകൂടിയും ആത്മസംയമനത്തോടു കൂടിയും കാണുവാനും പ്രതികരിക്കുവാനും നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. താങ്ക് യു.